രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് ബിജെപി നേതാവ് പ്രിന്റു മഹാദേവൻ. തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ ആക്രമിക്കുകയാണെന്നും പ്രിന്റു. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി. മോഷ്ടിക്കപ്പെട്ടത് ഭിന്നശേഷിക്കാരനായ ആളുടെ പണം. അഷ്ടമിച്ചിറയിൽ 12 അടിയോളം നീളമുള്ള ഭീമ്പൻ പെരുമ്പാമ്പിനെ പിടികൂടി. വീട്ടുപറമ്പിൽ കുറുനരിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീട്ടുകാർ പെരുമ്പാമ്പിനെ കണ്ടത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് ബിജെപി നേതാവ് പ്രിന്റു മഹാദേവൻ. താൻ ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടില്ല, ഇന്നുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ചർച്ച നടത്തിയ അവതാരക തന്നെ തേജോവധം ചെയ്തു. പോലീസ് തന്റെ വീട്ടിൽ കയറി നരിവേട്ട നടത്തിയെന്നും പാർട്ടി തനിക്കൊപ്പം ഉണ്ടെന്നും തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ ആക്രമിക്കുകയാണെന്നും പ്രിന്റു മഹാദേവൻ പറഞ്ഞു. ഞാനൊരു കൊലയാളിയുമല്ല, ഞാനും ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്. മെയിൻ സ്ട്രീമിലുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അവരുടെ പ്രൈം ഡിബേറ്റിനകത്ത് എന്നെ ഒരു വില്ലനായി ചിത്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾ നടത്തുന്നത്. പോലീസ് സംവിധാനങ്ങൾക്കറിയാം ഞാൻ അവിടെ ഇല്ല എന്നുള്ളത്. എന്നിട്ടും എൻ്റെ മകൾ 7 വയസ്സുള്ള എൻ്റെ മകളും എൻ്റെ ഭാര്യ മാത്രമാണ് എൻ്റെ വീട്ടിലുള്ളത്. അവിടേക്ക് പോലീസ് കയറിക്കൊണ്ട് അവിടെ പ്രിന്റു മഹാദേവൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ പലതരത്തിൽ പ്രഷറിന് അടിമപ്പെട്ടുകൊണ്ട് പല നടപടികൾ എടുക്കേണ്ടി വരും. അതിൽ വെളിയാടാവുക എന്നുള്ളത് ഞാൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ നിലപാട് കൃത്യമാണ്, എൻ്റെ സ്റ്റാൻഡ് കൃത്യമാണ്. ഞാൻ പാർട്ടിക്കൊപ്പം തന്നെയാണ്. പാർട്ടി എനിക്ക് ഉറച്ച പിന്തുണ നൽകി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി. ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരൻ പരിയാരം സ്വദേശി കൈതയിൽ കെ ഷാജു നടത്തുന്ന ലോട്ടറി സെന്ററിലാണ് മോഷണം നടന്നത്. ഇടത് കൈക്ക് സ്വാധീനമില്ലാത്ത ഷാജു പിന്നാലെ ഓടിയെങ്കിലും പിടിക്കാനായില്ല. ഇന്ന് രാവിലെ 7 മണിക്കായിരുന്നു സംഭവം. 20,000 രൂപയാണ് മോഷണം പോയത്. രാവിലെ ലോട്ടറി കച്ചവടത്തിനായി എത്തിയ ഷാജു തട്ടുവെച്ച സ്ഥലത്ത് അടിച്ചു വാരുന്നതിനിടയിൽ കസേരയിൽ വെച്ച ബാഗിൽ നിന്നാണ് മോഷ്ടാവ് പണം എടുത്ത് കടന്നുകളഞ്ഞത്. ഇടതുകൈക്ക് സ്വാധീനമില്ലാത്ത ഷാജു പിന്നാലെ ഓടിയെങ്കിലും പിടിക്കാനായില്ല. ഒച്ചവെച്ച് ഷാജു ഓടുന്നതിനിടയിൽ ലോട്ടറി വിൽക്കുന്ന സഹപ്രവർത്തകൻ മോഷ്ടാവിനെ പിടിച്ചെങ്കിലും അയാൾ കുതറിയോടി. പണം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു. ഓടുന്നതിനിടയിൽ ഹെൽമറ്റ് ഊരി വലിച്ചെറിഞ്ഞു. ഏകദേശം 45 വയസ്സ് തോന്നിക്കുന്ന ആളാണ് മോഷ്ടാവെന്ന് ഷാജു പറഞ്ഞു. രാവിലെ 7 മണിക്ക് ഇവിടെ എത്തി. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ബാഗ് ഇവിടെ വെച്ചിട്ട് അതിനുശേഷം ഇവിടെ അടിച്ചു പോയി. ആ സമയത്താണ് ഈ കള്ളൻ ഇത് വന്ന് പൈസ എടുത്തുകൊണ്ട് ഓടുന്നത്. എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ ബാക്കിയോടെ കുറച്ച് വരെ ഓടി. സുരഭി തിയേറ്ററിൻ്റെ അവിടെ വരെ ഓടി. ഒരാൾ എന്നെ സ്പീഡും പിന്നെ ആരോഗ്യവാനായതുകൊണ്ട് ആൾ ഓടി രക്ഷപ്പെട്ടു. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ വിളിച്ച് കള്ളന്നല്ല പിടിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നമ്മൾ അറിയുന്നൊരു ലോട്ടറി വെക്കുന്ന ഒരു പയ്യനാണ്. അവൻ കയറിയെന്ന് പിടിച്ചു. പക്ഷേ അവൻ ചെറുതായതുകൊണ്ട് അവന് തട്ടി മാറ്റിയിട്ട് കൊടുത്തു. ബില്ല് കൊടുക്കുവാനായി ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഷാജു പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എത്തി പരിശോധന നടത്തി. മീഡിയ ടൈം, ചാലക്കുടി. വയോജന ദിനം സമുചിതമായി ആഘോഷിച്ച് സംഘടനകൾ. പെൻഷനേഴ്സ് യൂണിയനും വിവിധ സംഘടനകളും ഈ ദിവസത്തെ അർത്ഥഗംഭീരമായി ഓർമ്മപ്പെടുത്തി. വിവിധ സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടികളിലേക്ക് ഒരു എത്തിനോട്ടം. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. അതേതർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ യുവാക്കൾ അധികം പേര് കേരളത്തിലില്ല. ഒരു കേരളം വിട്ടു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ജീവിക്കുന്നവരിൽ വലിയൊരു ശതമാനം ആളുകൾ പ്രായം കൂടുതലുള്ളവരാണ് എന്നാണ്. മറ്റൊരു ആ ഒരർത്ഥത്തിൽ മാത്രമല്ല, വയോജനങ്ങളുടെ എണ്ണം കൂടുന്നു. സ്വാഗത പ്രസംഗത്തിലൂടെ സന്നേഹത്തിൽ പറയേണ്ടായിരുന്നു, പണ്ട് ആയുർദൈർഘ്യം കുറവായിരുന്നു. ആള് ജനിച്ചാൽ ശരാശരി മരിക്കുന്നത് 47 വയസ്സിലായി. ചിലർ 80 വയസ്സിൽ മരിക്കും, ചിലർ അതിനേക്കാൾ മുമ്പ് മരിക്കും.
ശരാശരി മരണനിരക്ക് 47,000. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. TT ഫ്രാൻസിസ്, MP സണ്ണി, MR വേലുക്കുട്ടി, PA സീനത്ത്, റാണി ജോസഫ്, MA രാജേന്ദ്രൻ, VN പ്രീതാംബരൻ, MV ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസ് പെൻഷൻ യൂണിയൻ മാള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അവരുടെ പരിജ്ഞാനവും നേട്ടങ്ങളും കൈവരിച്ചുകൊണ്ടുള്ള ആ അനുഭവ സമ്പത്ത് പറയുന്നതിനും അവരെ ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു വേദികൾ ഒരുക്കുന്നത്. സമൂഹത്തിൽ ഇന്ന് ഏറെ പ്രാധാന്യമുള്ള വ്യക്തികളാണെങ്കിൽ പോലും വീട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ തള്ളപ്പെട്ടുകൊണ്ട് അമ്പലങ്ങളിലോ പള്ളി സ്ഥലത്തോ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ നമ്മൾക്ക് ഏറെ മൂല്യമുള്ള സ്വത്ത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ വിളക്കായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു അച്ചാച്ചൻ, ഒരു അമ്മാമ്മ, ഒരു മുത്തശ്ശി, ഒരു മുത്തശ്ശൻ, ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് അവരാണ്. നമ്മുടെ കൊച്ചുമക്കളോട് കഥകളും കടകഥകളും പറഞ്ഞുകൊണ്ട് വാർത്തിക പുരാണം അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെയുള്ള ഒരു ദിനങ്ങൾ നമ്മൾ ആചരിച്ചു പോകുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് AS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. S സോമസുന്ദരം, ജോയ് മണ്ടകത്ത്, ജിലു മാത്യു, AK സെലീന, ജോൺസൺ കണ്ണമ്പുഴ, AK പ്രേമവാസൻ, NL ജേക്കബ്, KO ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. KSSPU മാള ബ്ലോക്ക് സെക്രട്ടറി PS സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നല്ലൊരു കുട്ടിക്കാലം നമുക്കുണ്ടായിരുന്നു. ആ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളുമായി നല്ല പരിപൂർണ സ്ട്രെങ്തായി നമ്മളെ നിരാശപ്പെടാതെ എല്ലാ കാര്യങ്ങളും ശുഭമാവുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ തട്ടി ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വയോജന ദിനം പൊയ്യ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KK റാഫേൽ അധ്യക്ഷത വഹിച്ചു. KB ശശി, PP ജോസഫ്, അഞ്ജു ജോണി, PP പുഷ്പാഗതൻ, AN സുബ്രഹ്മണ്യൻ, PS ശൈലൻ, NT വാസു തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ലോകമല്ലേശ്വര യൂണിറ്റ് ലോക വയോജന ദിനം സംഘടിപ്പിച്ചു. മാലിയങ്കര SNM കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ CG ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KR സിന്ധു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TK സുരേന്ദ്രൻ 80 വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു. വയോജനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ EA സോണിയ ക്ലാസ് എടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം VK ജോഷി, വനിതാ വേദി കൺവീനർ VS പ്രീതി, സാംസ്കാരിക വേദി കൺവീനർ AS സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് ലോക വയോജന ദിനം സംഘടിപ്പിച്ചു. പുല്ലൂറ്റ് TTP UP സ്കൂളിൽ നടന്ന വയോജന ദിനം സിനി ആർട്ടിസ്റ്റ് ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KR ഗോപിനാഥ് അനുശോചനം രേഖപ്പെടുത്തി. ബ്ലോക്ക് പ്രസിഡന്റ് TK സുരേന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി അഷറഫ്, NA കുഞ്ഞുമൊയ്തീൻ എന്നിവർ 80 വയസ്സ് തികഞ്ഞ അംഗങ്ങളെയും മറ്റു പ്രഗത്ഭരെയും ആദരിച്ചു. പുല്ലൂറ്റ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഡോക്ടർ MP ശ്രീലക്ഷ്മി പുതിയ കാലത്തെ വയോജനങ്ങളും ആരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. KK അപ്പുക്കുട്ടൻ, KK മയൂരനാഥൻ, ബീനജ, G സുശീല തുടങ്ങിയവർ സംസാരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല കടുക്കച്ചുവട് യൂണിറ്റ് ലോക വയോജന ദിനം സംഘടിപ്പിച്ചു. പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CS ജയൻ അനുശോചനം രേഖപ്പെടുത്തി. മുതിർന്ന പെൻഷൻകാരെ ബ്ലോക്ക് പ്രസിഡന്റ് TK സുരേന്ദ്രൻ ആദരിച്ചു. ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഡോക്ടർ KS മിഥുൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. യൂണിറ്റ് രക്ഷാധികാരി VM ഭാസ്കരൻ, സാംസ്കാരിക വേദി കൺവീനർ MA ഉഷാദേവി എന്നിവർ സംസാരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഴീക്കോട് യൂണിറ്റ് ലോക വയോജന ദിനം സംഘടിപ്പിച്ചു. അഴീക്കോട് മേനോൻ ബസാർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി റിട്ടയർഡ് പ്രധാന അധ്യാപകൻ CA നസീർ ഉദ്ഘാടനം ചെയ്തു. KSSPU അഴീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് VM സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. TK ഇബ്രാഹിംകുട്ടി അനുശോചനം നടത്തി. റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ PKM റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. കമ്മിറ്റി അംഗം CI അബ്ദുൾ ജബ്ബാർ ആദരിക്കൽ നിർവഹിച്ചു. ബ്ലോക്ക് പ്രതിനിധി KI അബ്ദുൾ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് PK റസാഖ്, ജോയിന്റ് സെക്രട്ടറി CJ റാബ്സെറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. 12 അടിയോളം നീളമുള്ള ഭീമ്പൻ പെരുമ്പാമ്പിനെ പിടികൂടി. വീട്ടുപറമ്പിൽ കുറുനരിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീട്ടുകാർ പെരുമ്പാമ്പിനെ കണ്ടത്. പെരുമ്പാമ്പിന്റെ ആക്രമണത്തിൽപ്പെട്ട കുറുനരി ചത്തു.
മാള അഷ്ടമിച്ചിറ മാരേക്കാട് വീട്ടുപറമ്പിൽ നിന്നും 12 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. കണ്ണൻകാട്ടിൽ ഡോളിയുടെ വീട്ടുപറമ്പിൽ കുറുനരിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീട്ടുകാർ പെരുമ്പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ അവർ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർമാരായ ബിബീഷ്, ദീപു എന്നിവർ ചേർന്നാണ് പാമ്പിനെ സുരക്ഷിതമായി പിടികൂടിയത്. എന്നാൽ പെരുമ്പാമ്പിന്റെ ആക്രമണത്തിൽപ്പെട്ട കുറുനരി ചത്തു. മീഡിയ ടൈം, മാള. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വെള്ളിയാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി ആന്ധ്ര, ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നിലവിൽ കേരളത്തിന് ഭീഷണിയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നത് വൈകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം IMD മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം ഒക്ടോബർ ആദ്യ ആഴ്ച വരെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സജീവമായി നിലനിർത്തുമെന്നും IMDയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. കിഴക്കൻ, വടക്കുകിഴക്കൻ, മധ്യ ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒക്ടോബർ 9 മാത്രമേ അനുകൂലമാകൂ എന്ന് IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. നിലവിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ, ഗുജറാത്തിന്റെ ചില ഭാഗങ്ങൾ, രാജസ്ഥാൻ മുഴുവനും, മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങൾ, പടിഞ്ഞാറൻ ഹിമാലയൻ മേഖല എന്നിവിടങ്ങളിൽ നിന്ന് മൺസൂൺ പിൻവാങ്ങി. ഒക്ടോബർ 9 മുതൽ മധ്യ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നിന്നും, ഉത്തർപ്രദേശിൽ നിന്നും, സമീപ പ്രദേശങ്ങളിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നത് കാണാൻ കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അറിവിൻ ദേവതയായ സരസ്വതിയുടെ കടാക്ഷത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. ക്ഷേത്രം കുത്തമ്പലത്തിൽ ശ്രീ ഗുരുവായൂരപ്പന്റെയും സരസ്വതി ദേവിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ അലങ്കരിച്ചു വെച്ചതിന് മുൻപിലാണ് പുസ്തകങ്ങൾ പൂജവയ്പ്പിനായി സമർപ്പിച്ചത്. ക്ഷേത്രം ഓദിക്കന്മാർ പൂജ നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദുർഗാഷ്ടമി ദിവസം പുലർച്ചെ സംഗീത മണ്ഡപത്തിൽ സംഗീതാർച്ചന, വയലിൻ അർച്ചന, ഭജന, മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ എന്നിവ അർച്ചനയായി അവതരിപ്പിക്കപ്പെട്ടു. സംഗീതാർച്ചനകൾ കാണുന്നതിനൊപ്പം ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമായിരുന്നു. മഹാനവമി ദിനത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ സംഗീതാർച്ചന, വയലിൻ സോളോ, വയലിൻ ഡ്യൂറ്റ്, നൃത്ത സമന്വയം, ഭരതനാട്യം എന്നിവ അരങ്ങേറും. വിജയദശമി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4-ന് നട തുറക്കും. 5-ന് പൂജയെടുപ്പ്, തുടർന്ന് വിദ്യാരംഭം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. മേലൂർ പൂലാനി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ നവരാത്രിയോടനുബന്ധിച്ച് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കലാകാരന്മാരെ ആദരിച്ചു. സമാദരണം എന്ന പേരിൽ നടത്തിയ ആദരവ് ചടങ്ങിൽ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭസ്വാമി, ഡെപ്യൂട്ടി ചെയർമാൻ PK സുബ്രഹ്മണ്യൻ, പ്രധാനാധ്യാപിക റോഷ്നി CM, വിദ്യാലയ സമിതി രക്ഷാധികാരി V വേണുഗോപാൽ, വിദ്യാലയ സമിതി സെക്രട്ടറി പ്രകാശൻ MB, ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് PM എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുപൂക്കള മത്സരവും പൂക്കളെ തിരിച്ചറിയൽ മത്സരവും നടത്തി. തനി നാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള പൂക്കള മത്സരം ശ്രദ്ധേയമായി. കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന പൂക്കൾ പൂർണ്ണമായും ഒഴിവാക്കി നാട്ടിലെ തോട്ടത്തിലും തൊടിയിലും പാടത്തും തോട്ടിൻകരയിലും വഴിയരികിലുമെല്ലാം വളരുന്ന പൂക്കൾ ശേഖരിച്ചാണ് കുട്ടികൾ പൂക്കളമിട്ടത്. പൂക്കളുടെ ഇതളുകൾ അടർത്താതെയും അരിഞ്ഞിടാതെയും പൂർണ്ണ രൂപത്തിലാണ് ഉപയോഗിച്ചത്. കളങ്ങളുടെ ദൃശ്യഭംഗിക്കൊപ്പം പൂക്കളുടെ സമൃദ്ധിയും വൈവിധ്യവും വിജയികളെ നിശ്ചയിക്കുന്നതിന് പരിഗണിച്ചിരുന്നു. 20 വയസ്സിന് താഴെയുള്ള 5 പേർ വീതമുള്ള 16 സംഘങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചാലക്കുടിയുടെ സമഗ്ര വികസന ചരിത്രത്തിൽ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും കേന്ദ്ര നിയമമന്ത്രിയുമായിരുന്ന പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ സംഭാവന അതുല്യമാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പനമ്പിള്ളിയുടെ 119ാം ജന്മദിനത്തോടനുബന്ധിച്ച് പനമ്പിള്ളി ജന്മശതാബ്ദി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഫൗണ്ടേഷൻ ട്രഷറർ സജി റാഫേൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, CG ബാലചന്ദ്രൻ, ഷോൺ പെല്ലിശ്ശേരി, ബിജു കാതിക്കുളം, ജോർജ് ഉള്ളാട്ടിക്കുളം, ആലിസ് ഷിബു, വിൽസൺ മേച്ചേരി എന്നിവർ സംസാരിച്ചു. മെഡിസിപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇനി കൊടുങ്ങല്ലൂരിലെ ഗൗരിശങ്കർ ഹോസ്പിറ്റലിലും. പദ്ധതിയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി തഹസിൽദാർ CG ശ്യാമള നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ പ്രസിഡന്റ് TK സുരേന്ദ്രൻ, NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാംകുമാർ എന്നിവർ സംസാരിച്ചു. ഇൻഷുറൻസ് കോർഡിനേറ്റർ ബിൻഷു രാജ്,
മെഡിസിപ്പിന്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ PK രാജേന്ദ്രൻ, സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബേബി, മറ്റു ഡോക്ടർമാർ, സ്റ്റാഫുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്തിക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. ചെറുമത്തികളെ പിടിച്ച ചാവക്കാട് തിരുവത്ര സ്വദേശിയുടെ മഹാദേവൻ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത്. അധികൃതരുടെ പരിശോധനയിൽ വള്ളത്തിൽ നിന്ന് രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. വള്ളത്തിൽ 10 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 500 കിലോ കുഞ്ഞൻ മത്തിയാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയത്. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. വള്ളം ഉടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും. കയ്പമംഗലം ചള്ളിങ്ങാട് പള്ളിനടയിൽ സെന്റ് ജോസഫ് ദേവാലയത്തിലെ നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷണം. പള്ളിക്കുള്ളിലെ 5 നേർച്ചപ്പെട്ടികളാണ് കുത്തി തുറന്ന് കവർച്ച നടത്തിയിട്ടുള്ളത്. 50,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു നേർച്ചപ്പെട്ടി തകരാറിലായിരിക്കുന്നത് കണ്ട് പള്ളിയിലെ ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സെപ്റ്റംബർ 24 മുതൽ വിവിധ ദിവസങ്ങളിലായി ഉച്ചസമയത്ത് കള്ളൻ പള്ളിക്കുള്ളിൽ കടന്ന് നേർച്ചപ്പെട്ടികൾ കുത്തി തുറക്കുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് BJP നേതാവ് പ്രിന്റു മഹാദേവൻ. തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ ആക്രമിക്കുകയാണെന്നും പ്രിന്റു. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി. മോഷ്ടിക്കപ്പെട്ടത് ഭിന്നശേഷിക്കാരനായ ആളുടെ പണം. അഷ്ടമിച്ചിറയിൽ 12 അടിയോളം നീളമുള്ള ഭീമ്പൻ പെരുമ്പാമ്പിനെ പിടികൂടി. വീട്ടുപറമ്പിൽ കുറുനരിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീട്ടുകാർ പെരുമ്പാമ്പിനെ കണ്ടത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.